അല്ലെങ്കിൽ അവസാനം നിങ്ങളിരുന്ന് കരയേണ്ടി വരും. ചില ആളുകളുണ്ട്, അവരുടെ സ്വന്തം കാര്യം പോലും മറന്ന് അവർക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി ചത്ത് കിടന്ന് അവരെ സഹായിക്കാനൊക്കെ ആയിട്ട് നടക്കും. ഒരു കാര്യമാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ഇങ്ങനെ നിങ്ങളുടെ സ്വന്തം കാര്യം പോലും മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ഓടിയിട്ട് അവസാനം നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? അവഗണന മാത്രം അല്ലേ? കാരണം നമ്മൾ ഒരാൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് അവർ പറയാതെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ അവർക്കൊരു വില ഉണ്ടാവില്ല. അത് അവർ വിചാരിച്ച് നോക്കിയാൽ അത് തന്നെയാളുടെ റെസ്പോൺസിബിലിറ്റി, അത് അവർ ചെയ്തു തരും. നിങ്ങൾക്ക് ഒരു വില ഉണ്ടാവില്ല. നിങ്ങളത് മനസ്സിലാക്കുമ്പോൾ അവസാനം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അവഗണനയായിരിക്കും. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളെ മറന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി മാത്രമായിട്ട് ജീവിക്കരുത്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടും ജീവിക്കണം, മനസ്സിലായോ? അല്ലെങ്കിൽ അവസാനം നിങ്ങളിരുന്ന് കരയേണ്ടി വരും. ഓക്കെ, കാരണം അവഗണന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദനിക്കുന്ന ഒരു കാര്യം വേറെയില്ല. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് മുൻഗണന ആദ്യം കൊടുക്കുക. നിങ്ങളായിരിക്കണം നിങ്ങളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി. അതിനുശേഷം നിങ്ങൾ അതിനൊക്കെ പോകും. ഓക്കെ, അത് മാത്രമാവരുത്. അല്ലെങ്കിൽ അവസാനം നമ്മൾ ഈ കാണിക്കുന്ന ഈ ആത്മാർത്ഥതകൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവഗണനയാണ്. ഓക്കെ, ഇതൊരു ഫാക്റ്റ് അല്ലേ എന്നുള്ളത് ഇത് അനുഭവിച്ചവർ അല്ലെങ്കിൽ ഇത് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ.